നല്ല ശുഭകരമായ തുടക്കമാണ്. സഹോദരീ സഹോദരന്മാരെ, നല്ല കത്തിക്കാളുന്ന വേനലിൽ മഴ കിട്ടുക എന്ന് പറയുന്നത് ആർക്കും സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ലേശം അസൗകര്യമുണ്ടെങ്കിലും മഴ വളരെ ആവശ്യമായൊരു ഘട്ടമാണിത് എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായൊരു സൂചനയായിട്ട് കൂടിയാണ് ഇത് എന്നാണ് കണക്കാക്കുന്നത്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് അതിനിടയാക്കിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങളെന്ന് കണക്കാക്കുന്നതെല്ലാം ഇന്ന് വലിയ അപകടത്തിൽ പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ജനാധിപത്യ സമ്പ്രദായങ്ങളുള്ള ഒരു രാജ്യമാണ്. ചിലപ്പോൾ നമ്മൾ ഊറ്റം കൊണ്ട് പറയാറുണ്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. പക്ഷേ ആ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള ഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മെ എല്ലാവരെയും വേവലാതിപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ മതനിരപേക്ഷത നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമാണോ എന്ന് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു കൂട്ടര് ഇവിടെ മതാധിഷ്ഠിത രാഷ്ട്രമാണ് ആവശ്യം എന്ന് വാദിച്ചു. ആ വാദം RSSന്റെയും സംഘപരിവാറിന്റെയും ഭാഗത്താണ് ഉയർന്നിരുന്നത്. ഈ പ്രശ്നം ഭരണഘടനാ നിർമ്മാണ സഭ അതിവിശദമായാണ് ചർച്ച ചെയ്തത്. നമ്മുടെ ദേശീയ നേതാക്കളെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി. അങ്ങനെയാണ് നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, മതാധിഷ്ഠിത രാഷ്ട്രമല്ല വേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. മതനിരപേക്ഷ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമാണ്. ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം. ഏതെങ്കിലും ഒരാൾക്ക് ഇവിടെ ഒരു മതത്തിലും വിശ്വസിക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. എല്ലാവർക്കും തുല്യ പരിഗണന, തുല്യ അവകാശം. ഇതാണ് മതനിരപേക്ഷത രാജ്യത്തിന് നൽകിയ സംഭാവന.